ഹായ് ഓൾ, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു സിസി ക്രാഫ്റ്റ് ആൻഡ് ഫുഡ്. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് കുറേ പേര് എന്നോട് ഇൻസ്റ്റയിൽ റിക്വസ്റ്റ് ചെയ്തൊരു വീഡിയോ ആയിട്ടാണ്. അപ്പോൾ ഞാൻ ഇൻസ്റ്റയിൽ റിംഗ് ആൽബം ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം ഇതിൻ്റെ ട്യൂട്ടോറിയൽ ചെയ്യുമെന്ന് പറഞ്ഞിട്ട് കുറേ പേര് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്കിന്ന് ആ ഒരു വീഡിയോ നോക്കാം. അപ്പോൾ ഞാൻ ഇതിന് വേണ്ടി എടുത്തിട്ടുള്ളത് നമ്മൾ ക്ലാസി ബോക്സ് ആക്കിയിട്ട് ബാക്കി വരുന്ന പേപ്പേഴ്സ് ഉണ്ടാവുമല്ലോ. അപ്പോൾ എപ്പോഴും ഒരുപാട് പീസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ആ ഒരു പീസൊക്കെ കളക്ട് ചെയ്ത് വെക്കുക. നമുക്ക് ഇതുപോലെ സ്ക്രാപ്പ് ബുക്കിലേക്ക് ഡിസൈൻ ചെയ്യാനോ അല്ലെങ്കിൽ നമുക്ക് റിംഗ് ആൽബത്തിനൊക്കെ എടുക്കാൻ പറ്റും. അപ്പോൾ എന്തായാലും നമുക്കൊരു 2 റിംഗ് ആൽബമൊക്കെ ചെയ്തിട്ടാകുമ്പോഴത്തേക്കും നമ്മുടെ കൈവശം ഉണ്ടായതൊക്കെ തരും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാമെന്ന് വെച്ചെങ്കിൽ ജസ്റ്റ് പിൻട്രസ്റ്റിൽ പോയിട്ട് ഒരു പേജിൽ തന്നെ ഒരു 6-8 ഡിസൈൻ വരുന്ന രീതിയിൽ പ്രിൻ്റ് ചെയ്തെടുക്കാം. അത് ഞാൻ ഇതിൽ കാണിച്ചിട്ടില്ല. ഇതിന് ശേഷം ഞാനത് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ടൈമില്ലാത്തതുകൊണ്ട് അത് എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല, അപ്പോൾ റെക്കോർഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ നമുക്ക് പിൻട്രസ്റ്റിൽ നിന്ന് അങ്ങനെ എടുക്കുകയും ചെയ്യാം കേട്ടോ. ഇങ്ങനെ വേസ്റ്റായ പേപ്പറൊന്നും ഇല്ലെങ്കിൽ നമുക്ക് അങ്ങനെയും ചെയ്യാം. അപ്പോൾ എൻ്റെ കയ്യിൽ എന്തായാലും ഉണ്ടായതുകൊണ്ട് ഞാൻ ഈ ഒരു പേപ്പേഴ്സ് വെച്ചിട്ട് തന്നെയാണ് ചെയ്യുന്നുള്ളത്. അപ്പോൾ നമുക്ക് ആദ്യം ഫസ്റ്റ് ഒന്ന് സൈസൊക്കെ എടുത്തിട്ട് കട്ട് ചെയ്തതിന് ശേഷം ബാക്കിയുള്ള പേപ്പേഴ്സൊക്കെ അതിൻ്റെ അളവിൽ നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം. അതുപോലെ നമുക്ക് പിൻട്രസ്റ്റിൽ നിന്ന് വേണ്ട സ്റ്റിക്കേഴ്സൊക്കെ ആദ്യമേ പ്രിൻ്റ് ചെയ്തെടുത്ത് അത് കട്ട് ചെയ്തിട്ട് പറ്റുവാണെങ്കിൽ ഡബിൾ സ്റ്റിക്കും കൂടി ഒട്ടിച്ചതിന് ശേഷം നമുക്ക് റിംഗ് ആൽബം ചെയ്യാൻ തുടങ്ങുന്നതായിരിക്കും നല്ലത്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ റിംഗ് ആൽബം ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഹോളൊക്കെ ഇട്ടിട്ട് വെക്കുക. അല്ലാന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് കുറച്ച് ഡിഫിക്കൽട്ടായിരിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. പിന്നെ നമുക്ക് ഇതിനിടേണ്ട റിങ്സ് ഒരു സെറ്റായിട്ടാണ് കേട്ടോ കിട്ടുന്നത്. ഇതിന് 70 to 100 റുപ്പീസാണുള്ളത്. ഇത് സ്മോൾ സൈസാണ് വരുന്നത്. അപ്പോൾ ഈ ഒരു സൈസ് മതിയാകും റിംഗ് ആൽബത്തിലേക്ക്. ഇതിൻ്റെ വലിയ സൈസൊക്കെ അവൈലബിൾ. അതിനുശേഷം നമുക്കിതിലേക്ക് വേണ്ട ഫോട്ടോസും അതുപോലെ സ്റ്റിക്കേഴ്സൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. സ്റ്റിക്കേഴ്സൊക്കെ മുമ്പേ തന്നെ നമുക്ക് കട്ട് ചെയ്ത് ഡബിൾ സ്റ്റിക്കൊക്കെ ഒട്ടിച്ച് വെക്കുകയാണെങ്കിൽ നമുക്ക് ഓരോ ഫോട്ടോ അല്ലെങ്കിൽ ആ ഒരു പേജിന് ഏതാണോ മാച്ച് ആവുന്നത് വെച്ചെങ്കിൽ നമുക്ക് പെട്ടെന്ന് നോക്കി ചെയ്യാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഒന്ന് അങ്ങനെ ചെയ്യാൻ ശ്രദ്ധിക്കും. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ
കണ്ടാൽ തന്നെ എങ്ങനെ ഒരു റിംഗ് ആൽബം ചെയ്തെടുക്കാമെന്ന് പെട്ടെന്ന് തന്നെ മനസ്സിലാവും. ഞാൻ എല്ലാ പേജും ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് ചെറിയൊരു ഡിസൈനൊക്കെ കൊടുക്കുന്നുണ്ട്. റിംഗ് ആൽബത്തിൽ വലിയ ഡിസൈൻ്റെ ഒന്നും ആവശ്യമില്ല. എന്നാൽ നമുക്ക് കുഞ്ഞു കുഞ്ഞു ഡിസൈനൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നല്ല ക്യൂട്ടായിരിക്കും കാണാൻ വേണ്ടിയിട്ട്. മാത്രമല്ല ഇപ്പോൾ എല്ലാവർക്കും കസ്റ്റമേഴ്സിനൊക്കെ നല്ല ഇഷ്ടമാവുന്ന ഒരു ഐറ്റമാണ് കേട്ടോ ഈ റിംഗ് ആൽബം. അപ്പോൾ എല്ലാവരും എന്തായാലും ഒന്ന് ചെയ്ത് നോക്കുക. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. അതുപോലെ നിങ്ങൾ ആരെങ്കിലും ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടാതെ തൊട്ടടുത്തുള്ള നോട്ടിഫിക്കേഷൻ ബെല്ലിൽ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതുപോലെ ഇതിനു മുമ്പ് ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് ഇട്ടിട്ടുണ്ട്, അതും ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കുക. അതുപോലെ നിങ്ങൾ ബിഗിനേഴ്സ് ആണെങ്കിൽ നിങ്ങൾ വിചാരിക്കേണ്ട ഈ ഒരു ടാപ്പൊന്നും വാഷി ടേപ്പൊന്നും എൻ്റെ കയ്യിലില്ലെന്നൊന്നും വിചാരിക്കേണ്ട. ഇതൊന്നും യാതൊരു നിർബന്ധവും ഇല്ല ഇത് ചെയ്യാൻ വേണ്ടി. ഞാൻ വാങ്ങിയ സ്ഥിതിക്ക് ജസ്റ്റ് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നേ ഉള്ളൂ. ഇതിന് 3 റോളിന് 100 റുപ്പീസായിട്ടാണ് കിട്ടിയിട്ടുള്ളത്. നമുക്ക് സ്ക്രാപ്പ് ബുക്ക് ചെയ്യുമ്പോഴും അതുപോലെ റിംഗ് ആൽബവും എല്ലാത്തിനും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് വാങ്ങിച്ചു വെക്കുന്നത് നല്ലതായിരിക്കും. നിർബന്ധമൊന്നുമില്ല. എല്ലാ പേജും സെറ്റാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് റിങ്ങിലേക്ക് നമുക്കിതൊക്കെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഒരു സിമ്പിൾ പേജും പിന്നെ ഒന്ന് ഹെവി പേജ് അങ്ങനെ ചെയ്യുകയാണെങ്കിൽ കാണാൻ കുറച്ചുകൂടി ക്യൂട്ടായിരിക്കും. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ തന്നെ എല്ലാവർക്കും നല്ല അടിപൊളിയായിട്ടുള്ള റിംഗ് ആൽബം തയ്യാറാക്കിയെടുക്കാൻ പറ്റും. അതുപോലെ ഇൻസ്റ്റയിൽ ജസ്റ്റ് ഡൗട്ട് വെച്ചിട്ട് മെസ്സേജ് അയക്കുന്നവരോടാണ് റേറ്റിൻ്റെ കാര്യം ചോദിച്ചത് ദയവ് ചെയ്ത് മെസ്സേജ് അയക്കരുത്. ഞാൻ അതിനെക്കുറിച്ചുള്ള വീഡിയോ
ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ കൂടുതൽ എന്തായാലും ഒന്നും പറയാനില്ല. അപ്പോൾ അങ്ങനെ ഒരുപാട് മെസ്സേജ് വരുമ്പോൾ എന്തായാലും കുറച്ചൊരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ ആ റേറ്റ് ചോദിച്ചിട്ട് മെസ്സേജ് അയക്കുന്നത് ഒന്ന് ശ്രദ്ധിക്കുക. നിങ്ങൾ ആ ഒരു വീഡിയോ കണ്ടു നോക്കിയെങ്കിൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. Q&A വീഡിയോ പാർട്ട് 2-ൽ ഞാൻ എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഇൻസ്റ്റയിൽ നിങ്ങൾ വീഡിയോ റിലേറ്റ് ചെയ്ത ഡൗട്ട്സ് മാത്രം ചോദിക്കുക. എന്താണെന്ന് വെച്ചെങ്കിൽ എൻ്റെ വീഡിയോ കാണുന്നവർക്ക് എന്തായാലും മൊത്തത്തിലൊരു ഹെൽപ്പ് ആയിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ് ഞാൻ ഇൻസ്റ്റയിൽ മെസ്സേജ് അയക്കുക എന്ന് പറഞ്ഞത്. അപ്പോൾ വീഡിയോ ഒന്നും കാണാതെ വന്നിട്ട് ഡൗട്ട്സ് മാത്രം ചോദിക്കുന്നതിനോട് വലിയ താല്പര്യമില്ല. അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ടിട്ട് വീഡിയോ റിലേറ്റ് ആയിട്ടുള്ള എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ എന്തായാലും ഇൻസ്റ്റയിൽ ചോദിച്ചോളൂ, ഞാൻ റിപ്ലൈ തരും. അല്ലാന്നുണ്ടെങ്കിൽ ഇതിൽ കമൻറ്റിൽ ചോദിച്ചാലും നിങ്ങൾക്ക് ഞാൻ അപ്പോൾ തന്നെ റിപ്ലൈ തരുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എപ്പോഴും പറയുന്നത് പോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. അതുപോലെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനിയൊരു അടിപൊളി വീഡിയോ ആയി വരുന്നതുവരെ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.